ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണെന്ന് പറയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാർവിക ഗുരുത്വാകർഷണ നിയമം പറഞ്ഞു, ഗുരുത്വാകർഷണ ബലത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ സമവാക്യം പറഞ്ഞു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ ഫില്ല് ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഇവിടെ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ സമവാക്യം ഉപയോഗിച്ച് ബലം, പരസ്പര ആകർഷണ ബലം എഫ് കണ്ടുപിടിക്കുകയാണ് ഇവിടെ വേണ്ടത്. അപ്പം ഓരോ കേസിലും M1ഉം M2 തന്നിട്ടുണ്ട്, വസ്തുക്കൾ തമ്മിലുള്ള അകലവും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. M1 5 M2 10 D എന്ന് പറയുന്നത് 2. F is equal to G into M1 into M2 divided by D square. അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ജീനെ നമ്മൾ അങ്ങനെ തന്നെ വെക്കുക. ജി എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഖ്യയല്ലേ, അതുകൊണ്ട് ജീനെ അങ്ങനെ തന്നെ വെച്ച് കാൽക്കുലേഷൻ ചെയ്യുക. G into 10 into 5 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ. 10 into 5 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 12.5 കിട്ടും. ജീനെ നമ്മൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് ആൻസർ 12.5 G എന്ന് കിട്ടും. അതേപോലെ ഓരോ കേസിലും പരസ്പര ആകർഷണ ബലം കാണാം. രണ്ടാമത്തെ കേസിൽ M1 10 M2 10 D 2. F is equal to G M1 M2 divided by D square. That means G into 10 into 10 divided by 2 square. 10 into 10 divided by 2 square. 2 square എന്ന് പറയുന്നത് 4. അത് ചെയ്യുന്ന സമയത്ത് 25 കിട്ടും. അപ്പോൾ ആൻസറായിട്ട് വരിക 25 G ആണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ കേസ് ചെയ്യുമ്പം 75 G എന്ന് കിട്ടും. നാലാമത്തെ കേസ് ചെയ്യുന്ന സമയത്ത് ഒരു ദശാംശ സംഖ്യയാണ് കിട്ടുക, 3.12 G എന്ന് കിട്ടും. ഇനി അഞ്ചാമത്തെ കേസ് ചെയ്യുന്ന സമയത്ത് 50 G എന്ന് കിട്ടും. ആറാമത്തെ കേസ് ചെയ്യുന്ന സമയത്ത് G into 5 into 10 ഡിവൈഡഡ് ബൈ 1/2 ഹോൾ സ്ക്വയർ. 1/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1/4. അപ്പം അത് ഹരിക്കുന്ന സമയത്ത് 4 മുകളിലേക്ക് പോയിട്ട് 200 G എന്ന് ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക, ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. ഇനി അതിൻ്റെ താഴെ 2 പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള 2 വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് 2 മടങ്ങാക്കിയാൽ പരസ്പര ആകർഷണ ബലം എത്ര മടങ്ങാകും? 2 വസ്തുക്കളുണ്ട്, അതിൽ ഒന്നിൻ്റെ മാസ് 2 മടങ്ങാക്കുകയാണ്. അപ്പം ആകർഷണ ബലത്തിൽ എന്ത് മാറ്റമാണ്, പുതിയ ആകർഷണ ബലം എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ സമവാക്യം എഴുതി. F is equal to G M1 M2 divided by R square. പിന്നെ ചെയ്യുന്നത് ഒരു വസ്തുവിൻ്റെ മാസ് ഇരട്ടിയാക്കുകയാണ്. അപ്പം M1 ഉള്ളത് 2M1 ആക്കി മാറ്റാം. അപ്പോൾ സമവാക്യം എന്തായിട്ട് മാറും? അങ്ങനെ M1 2M1 ആക്കി മാറ്റുമ്പം ഉള്ള ബലത്തിന് നമുക്ക് F ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ F ഡാഷ് is equal to G into M1 പകരം 2M1 എഴുതണം, മാസ് ഇരട്ടിയാക്കി. G into 2M1 into M2. M2 അതേപോലെ തന്നെ M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. പിന്നെ ഇതിൽ നിന്ന് 2നെ പുറത്തേക്ക് എടുക്കാം. 2 into G M1 M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് എഴുതാം. G M1 M2 R സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? F ആണ്. ആദ്യത്തെ ബലമായിട്ടുള്ള F ആണ്. അപ്പം അതിന് പകരം നമുക്ക് F എന്ന് എഴുതാം. അപ്പം 2 into F എന്ന് കിട്ടും. അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എത്ര മടങ്ങാവും എന്നുള്ളതാണ്, ആദ്യത്തെ ബലത്തിൻ്റെ എത്ര മടങ്ങാവും. അപ്പം ഉത്തരം 2 മടങ്ങ്, 2 into ആണ് വരുന്നത്. അപ്പം 2 മടങ്ങാകും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു വസ്തുവിൻ്റെ മാസ് 2 മടങ്ങും രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് 3 മടങ്ങും ആക്കിയാൽ പുതിയ ബലം എത്ര മടങ്ങാവും എന്നാണ് ചോദ്യം. ഇവിടെ 2 വസ്തുക്കളുടെ മാസിൽ മാറ്റം വരുത്തുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ എഫിനുള്ള ഇക്വേഷൻ ഓർമ്മിക്കുക. F is equal to G M1 M2 divided by
ആർ സ്ക്വയർ അല്ലെങ്കിൽ ഡി സ്ക്വയർ ആണ്. ഡി സ്ക്വയറിന് പകരം നമ്മളിവിടെ ആറാണ് എടുത്തത്. കുഴപ്പമില്ല, എന്തായാലും അത് അകലത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ ആദ്യത്തെ വസ്തുവിൻ്റെ മാസ് 2 മടങ്ങാക്കി, രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് 3 മടങ്ങാക്കി. പുതിയ ബലം എഫ് ഡാഷിനുള്ള സമവാക്യം എഴുതാം. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആദ്യത്തെ മാസം 2 മടങ്ങാക്കിയത് കൊണ്ട് 2m1, രണ്ടാമത്തെ മാസം 3 മടങ്ങാക്കിയത് കൊണ്ട് 3m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. 3 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 6 കിട്ടും. അപ്പോൾ ജി ഇൻറ്റു 6 ഇൻറ്റു m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ആ സ്റ്റെപ്പ് ഞാനിവിടെ എഴുതിയിട്ടില്ല. അതിൽ 6നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 6 ഇൻറ്റു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ജി m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്താ? ആദ്യത്തെ ബലമായിട്ടുള്ള എഫ് ആണ്. അത് ഞാനിവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല. അപ്പം എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അതായത് ബലം 6 മടങ്ങാവും. എഫ് ഡാഷ് 6F ആണ്. അപ്പം ആദ്യത്തെ ബലം വെച്ച് പോകുമ്പോൾ പിന്നത്തെ ബലം 6 മടങ്ങ് ആണ്. ഇനി അടുത്ത ചോദ്യം വരുന്നത് വസ്തുക്കൾ തമ്മിലുള്ള അകലം 2 മടങ്ങാക്കിയാൽ എന്താണ് ബലത്തിന് സംഭവിക്കുക എന്നുള്ളതാണ്. അകലം 2 മടങ്ങാക്കുക എന്ന് പറയുന്ന സമയത്ത് ആർ എന്നുള്ളത് 2r ആയിട്ട് മാറും. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ 2r ഹോൾ സ്ക്വയർ എന്നാണ് വരിക. 2r ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ 4, ആറിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ ജി m1 m2 ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ എന്ന് വരും. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1/4 ഇൻറ്റു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അതിൽ ജി m1 m2 ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യത്തെ ഫോഴ്സ് എഫ് ആണ്. അകലം ഇരട്ടിയാക്കുന്നതിൻ്റെ മുന്നേയുള്ള ഫോഴ്സാണത്. അപ്പം നമുക്ക് അതിന് പകരം എഫ് എന്ന് കൊടുക്കാം. 1/4 ഇൻറ്റു എഫ് എന്ന് കിട്ടും. അതായത് പുതിയ ബലം എന്ന് പറയുന്നത് പഴയ ബലത്തിൻ്റെ 1/4 ആണ്. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു എഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ ബലം എന്ന് പറയുന്നത് പഴയ ബലത്തിൻ്റെ 1/4 ആണ് എന്നാണ്. ഇനി അടുത്ത ചോദ്യം വരുന്നത് വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയാൽ ബലത്തിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കുന്ന സമയത്ത് ആർ എന്നുള്ളത് r/2 ആയിട്ട് മാറും. അപ്പം r/2 നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ r/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ r/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ആണ്. അതായത് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ബൈ 4. ജി m1 m2 ഹരിക്കണം ആർ സ്ക്വയർ ബൈ 4. ഹരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ കൊണ്ട് നേരെ തിരിച്ചിട്ട് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പം ജി m1 m2 ഇൻറ്റു 4 ബൈ ആർ സ്ക്വയർ. അപ്പം അതിനെ 4-നപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് 4 ഇൻറ്റു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അതായത് 4 ഇൻറ്റു എഫ്. അപ്പം എന്താണ് ബലം 4 മടങ്ങ് കൂടുകയാണ് ഇവിടെ ചെയ്തത്. ഇനി അടുത്ത ചോദ്യം വസ്തുക്കൾ തമ്മിലുള്ള അകലം 4/1 എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ആർ എന്നുള്ളത് r/4 ആയി മാറുകയാണ് ചെയ്യുന്നത്. അകലം നമ്മൾ 4/1. അപ്പം ബലത്തിൻ്റെ ഇക്വേഷനിൽ അത് നമ്മൾ കൊടുക്കുക. അപ്പം എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ r/4 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. r/4 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ബൈ 4 സ്ക്വയർ ആണ്. അതായത് ആർ സ്ക്വയർ ബൈ 16. അപ്പം ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ബൈ 16 എന്ന് കിട്ടും. ജി m1 m2 ഹരിക്കണം ആർ സ്ക്വയർ ബൈ 16. ഹരണം എന്ന് പറയുന്നത് വ്യൂൽക്രമം കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ജി m1 m2 ഇൻറ്റു 16 ബൈ ആർ സ്ക്വയർ. അത് മാറ്റി എഴുതുന്ന സമയത്ത് 16 ഇൻറ്റു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ 16 ഇൻറ്റു എഫ്. അപ്പോൾ അവിടെ ബലം 16 മടങ്ങ് കൂടി. ആദ്യത്തെ ബലത്തിനേക്കാളും 16 മടങ്ങ് കൂടുതലാണ് പുതിയ ബലമെന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത പ്രോബ്ലം നോക്കാം. 40 കിലോഗ്രാം 50 കിലോഗ്രാം
വീതം മാസുള്ള 2 കുട്ടികൾ 2 മീറ്റർ അകലത്തിലായിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം കണക്കാക്കുക. അപ്പോൾ ഇവിടെ M1 എന്ന് പറയുന്നത് 40 കിലോഗ്രാം ആണ്, ആദ്യത്തെ കുട്ടിയുടെ മാസാണ്. M2 എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണ്, രണ്ടാമത്തെ കുട്ടീൻ്റെ മാസാണ്. D എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഈ 2 കുട്ടികൾ തമ്മിലുള്ള അകലമാണ്. അത് നമ്മളെ ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക. F=G m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. 6.67 × 10⁻11 × 40 × 50 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് 3335 × 10⁻11 10ൻ്റെ നെഗറ്റീവായിട്ടുള്ള ഒരു പവർ വരുന്ന സംഖ്യയാണ് കിട്ടുക. 10ൻ്റെ നെഗറ്റീവ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3335 × 10⁻11 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3335 എഴുതിയിട്ട് അതിൻ്റെ ഏറ്റവും വലത് വരുന്ന 5ൽ നിന്നും ഇടതേക്ക് 11 അക്കങ്ങൾ എണ്ണീറ്റ് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ എന്തിടണം? ദശാംശ സ്ഥാനം. പിന്നെ ഇതിനെ നമുക്ക് പല രീതിയിൽ മാറ്റി എഴുതാം. 3.335 × 10³ എന്ന് 3335-നെ 3.335 × 10³ എന്ന് മാറ്റി എഴുതാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഉള്ള 10⁻11 10³ × 10⁻11 എന്ന് പറയുമ്പോൾ അത് 10⁻8 ആണ്. അപ്പം 3.335 × 10⁻8 എന്നതിനെ മാറ്റി എഴുതാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3335 എഴുതിയിട്ട് 11 സ്ഥാനം ഇടത്തേക്ക് നമ്മൾ എണ്ണീറ്റ് അവിടെ ദശാംശം ഇടുന്ന സമയത്ത് ആ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു സംഖ്യയാണ് നമുക്ക് കിട്ടുക. അതായത് ഇവിടെ വളരെ ചെറിയ വാല്യൂ ആണ് നമുക്ക് ബലമായിട്ട് കിട്ടിയത്. പോയിൻ്റ് കഴിഞ്ഞിട്ട് അത്രയും പൂജ്യങ്ങൾ വന്നതിന് ശേഷമല്ലേ 3.35 കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത്രയും കുറഞ്ഞ ബലമായതുകൊണ്ടാണ് കുട്ടികൾ തമ്മിൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടാത്തത്. ഇപ്പം നമ്മളടുത്തൊരാളിരിക്കുക, ഇപ്പം നമ്മളും അയാളും തമ്മിലൊരു ഗുരുത്വാകർഷണ ബലമുണ്ടാകും. പക്ഷെ അത് ഇതേപോലെ നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും ഒരു ചെറിയ മൂല്യമാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമുക്കതങ്ങനെ തോന്നില്ല. ഇത്രയും ചെറിയൊരു മൂല്യമായതുകൊണ്ടാണ് നമുക്കത് തോന്നാത്തത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. ബാക്കി ഗുരുത്വാകർഷണത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.